ഹായ് എവരി വൺ, ബിയോണ്ട് ദി പ്ലേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അറബിക് സ്നാക്കായ മുർത്തബക്കാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, കുറച്ച് ചപ്പ്, 3 കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് ബീഫ് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി കൂടി വേവിച്ചെടുത്ത് ചെറുതായി എണ്ണയിലൊന്ന് ചൂടാക്കിയെടുത്തത്, 2 കപ്പ് മൈദ, ആവശ്യത്തിന് വെള്ളം, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്കുള്ള മാവൊന്ന് കുഴച്ച് വെക്കാം. അതിനായി മൈദയിലേക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായി വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊരു സ്റ്റിക്കി പരുവമായിരിക്കും. ഇത് നല്ലോണം കുഴച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് മുട്ടയും വെജിറ്റബിൾസും ചേർത്ത് ഉപ്പിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ബീഫ് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം 2 കോഴിമുട്ടയാണ് എടുത്തത്. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് 4 ബോളുകളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഓരോ ബോളുകളും എടുത്ത് ഇതുപോലെ കൈ വെച്ച് നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുക്കാം. ഞാനിതിന് എടുത്തിട്ടുള്ളത് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇങ്ങനെ നൈസായി പരത്തിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം 4 ഭാഗവും ഇതുപോലെ മടക്കി ഒരു ബോക്സ് ആക്കി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഇത് ഓരോന്നായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിൻ്റെ മുകളിലും കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ഇത് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇത് മൈദയും കോഴിമുട്ടയും ആയതുകൊണ്ട് പെട്ടെന്ന് ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ട് സാവധാനം തിരിച്ചും മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മുർത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.